Morning. This video I would like to share the topics like public goods, private goods, mixed goods, and merit goods. And also, this video I would like to discuss with you the topic called the principle of maximum social advantage. And each concept can be seen in different slides. And let's move on to the next slide. First, let's see the public good. Public good is a good when it is supplied to one individual. It is available to others also without any cost. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ public goods are those goods whose consumption of it is externalized. Public good എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണ്. When it is supplied, it is available to all. All the benefits are externalized. That means anyone can consume it, and those who consume it without they get the benefit they can benefit from it. And consumption of such commodities are not limited. Any amount, any quantity can be consumed. Any volume can be consumed. അങ്ങനെയുള്ള കമ്മോഡിറ്റീസിനെയാണ് നമ്മൾ പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത്. അത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആണ്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് പേയ്മെന്റ് ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, ഇറ്റ് സാറ്റിസ്ഫൈ ദ കളക്റ്റീവ് വാണ്ട്സ് ഓർ ദ സോഷ്യൽ വാണ്ട്സ് ഇൻ ജനറൽ. അപ്പൊ എല്ലാവരുടെയും വെൽഫെയറിന് വേണ്ടിയാണ് ഇത് പബ്ലിക് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദേ ആർ ജോയിന്റ്ലി സപ്ലൈഡ് ആൻഡ് കൺസ്യൂംഡ് ജോയിന്റ്ലി ബൈ മോർ ദാൻ വൺ പേഴ്സൺ. They are made available either by the government or by nature. നാച്ചുറലായിട്ട് നമുക്ക് കിട്ടും. നാച്ചുറലായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എയർ അതൊരു പബ്ലിക് ഗുഡാണ്. അതിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ഈ കൊറോണ കാലത്ത് നമ്മൾ ഈ ഓക്സിജന് വേണ്ടിയൊക്കെ പേയ്മെന്റ് കൊടുത്ത് ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അത് വേറെ കേസ്. പക്ഷേ ഓക്സിജനൊക്കെ നോർമലി ഇറ്റ് ഈസ് കൺസ്യൂംഡ് ആസ് എ ഫ്രീ ഗുഡ് പബ്ലിക് ഗുഡ്. ആൻഡ് they are also available and not supplied in the market. They are freely available and not supplied in the market at a particular price. And they are usually referred as a collective good or social good. And they experience a free riders problem also. ഈ പബ്ലിക് ഗുഡ്സിന് ഒരു പ്രശ്നമുണ്ട്, ഫ്രീ റൈഡേഴ്സ് പ്രോബ്ലം എന്നൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അത് മിസ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഇപ്പൊ എൻവയറമെന്റ് അത് നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട്. നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്, പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് പൊല്യൂഷൻ ഉണ്ട്. ഒരു റിവർ, പബ്ലിക് റിവർ, ദാറ്റ്സ് എ പബ്ലിക് പ്രോപ്പർട്ടി. അതിലെ ജലം ആർക്ക് വേണേലും കൺസ്യൂം ചെയ്യാം. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താണ്, പലപ്പോഴും പല വിസർജ്യ വസ്തുക്കളും പല വേസ്റ്റ് വാട്ടർ എല്ലാം അതിലേക്കാണ് തള്ളുന്നത്. പല വേസ്റ്റ് തള്ളുന്ന ഡംപ് ചെയ്യുന്നൊരു പ്ലേസാണ്. അങ്ങനെ നമ്മളത് മലിനമാക്കുന്നു. അതൊക്കെയാണ് നമ്മൾ ഈ ഫ്രീ റൈഡേഴ്സ് പ്രോബ്ലം. ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമ്മളത് മിസ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് പബ്ലിക് ഗുഡ് ഇൻക്ലൂഡ് ഡിഫൻസ്, ദ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ നമുക്ക് ഫ്രീ ആണ്. ഒരാൾ കൺസ്യൂം ചെയ്യുന്ന വെച്ച് അത് മറ്റൊരാളുടെ അതിന്റെ അവൈലബിലിറ്റി പറയുന്നില്ല. അതിനുവേണ്ടി നമ്മൾ പ്രത്യേക പൈസ ഒന്നും കൊടുക്കുന്നില്ല. അതേപോലെ ഡിഫൻസ്. ഓക്കെ, then some of the features or characteristics of public goods. Professor Paulus Samuelson explains that there are four characters which would differentiate public goods from other commodities. ഒന്നാമത്തെ, non-trivial means consumption by one person does not reduce its availability to others. അപ്പം നമ്മളിപ്പോ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടം നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മളത് എൻജോയ് ചെയ്യും എന്ന് വെച്ചാൽ അത് മറ്റൊരാൾക്ക് അത് തടയുന്നില്ല. മറ്റൊരാൾ അത് കൺസ്യൂം ചെയ്യുന്നതിൽ നമുക്കത് തടയാൻ പറ്റില്ല. അത് അയാൾക്കുള്ളതിന്റെ അവൈലബിലിറ്റി കുറയുന്നില്ല. അപ്പൊ അതുകൊണ്ടെന്താണ്, ദ മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സച്ച് കമ്മോഡിറ്റീസ് ആർ സീറോ. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഒരാൾക്ക് കൂടി കൊടുക്കുന്നതിന് നമുക്ക് ചെലവാക്കേണ്ടി വരുന്ന കോസ്റ്റ് അത് സീറോ ആണ്.
എത്ര പേര് വന്നാലും അതിൻ്റെ ആ ഇൻസ്റ്റാൾ ചെയ്ത കോസ്റ്റ് മാത്രമേ ഉള്ളൂ. അഡീഷണൽ ആയിട്ട് മാർജിനൽ കോസ്റ്റ് ഒരാൾ കൂടി എത്ര ആൾ കൺസ്യൂം ചെയ്താലും ലാസ്റ്റ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കും അതിൽ കോസ്റ്റ് സീറോ ആണ്. നമ്മൾ അത് നമ്മുടെ ഡിഫൻസ് we are all are getting the benefit of the defense the service provided by our country. Okay, then next feature is non-exclusion. Non-exclusion means no one can be excluded. Even if a person who is not able to pay for the commodity can consume it. It doesn't require any kind of payment, and it is always available to everyone. No one can be excluded on the basis of payment. For example, the radio signals, the flood control measures taken by the government, it's available to everyone. No one can be excluded from all those things. Okay, this is another important character. Then indivisibility. Indivisibility means it's an important feature of public good. Public good cannot be divided. That means it cannot be divided into different units. And no one can personalize its consumption. ഒരാളുടെ മാത്രമായിട്ട് അതിനെ പേഴ്സണലൈസ് ചെയ്യാൻ പറ്റില്ല. പബ്ലിക് ഗുഡ്സ് ഒരാളുടെ മാത്രമായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. എന്റെയാണ് ഇത്രയും സ്ട്രീറ്റ് ലൈറ്റിൽ ഇത്രയും ഭാഗം എന്റെയാണ്, അത് ഞാനിങ്ങനെ എടുക്കുക, അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് എല്ലാവരും ഒരുമിച്ചാണ് അത് കൺസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇത് ഇൻഡിവിസിബിൾ ആണ്. അപ്പം they are provided for the satisfaction of the collective wants or social wants. The next feature is collective consumption. Collective, it is consumed by all, collectively consumed by all. That's another important feature of public goods. Okay. Then next, let's see pure public good. Pure public good എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ the marginal cost of providing such commodities are zero. It's having two main features. Non-exclusive, it is non-exclusive and non-tribal. Non-exclusive means no one can be excluded from consuming such private goods, such commodities. Non-tribal means if a person, even if a person consume a commodity, that doesn't reduce its availability to others. മറ്റൊരാൾക്ക് കിട്ടുന്നതിന്റെ അവൈലബിലിറ്റി കുറയ്ക്കുന്നില്ല, അതുകൊണ്ട് അത് നോൺ ട്രൈബൽ കൂടിയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ പ്യുവർ പബ്ലിക് ഗുഡ് എന്ന് പറയുന്നത്. ദെൻ പ്രൈവറ്റ് ഗുഡ്സ്. Private good is a good which is rival in consumption, and exclusion may be practiced both by producer and consumer. Private goods എന്ന് പറയുമ്പോൾ എന്താണ്, അത് റൈവൽ, നേരെ ഓപ്പോസിറ്റ് ആണ് പബ്ലിക് ഗുഡ്സ്. അത് റൈവൽ ഇൻ കൺസംഷൻ. ദാറ്റ് മീൻസ് when a person consumes a commodity, that reduces the availability of commodity to others. Suppose we are going to a market, ഒരു ഫിഷ് മാർക്കറ്റിൽ നമ്മൾ പോകാം, വലിയൊരു ഫിഷ് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഒരാൾ വന്ന് ആ ഫിഷിന്റെ പകുതി ഇനി കട്ട് ചെയ്ത് വാങ്ങും. പിന്നെ ബാക്കിയുള്ളത് ബാക്കി വരുന്ന ആൾക്കാർക്കുള്ളൂ. ഇഫ് എ പേഴ്സൺ കൺസ്യൂംസ്, ദാറ്റ് റെഡ്യൂസസ് ഇറ്റ്സ് അവൈലബിലിറ്റി ടു അതേഴ്സ്. അതേപോലെ ഇറ്റ്സ് ഓൾസോ നോൺ എക്സ്ക്ലൂസീവ്. ദാറ്റ് മീൻസ് only the person who is able to pay for the commodity can consume it. കമ്മോഡിറ്റി ആർക്ക് വാങ്ങാൻ പറ്റുന്ന അവർക്ക് മാത്രമേ അത് കൺസ്യൂം ചെയ്യാൻ പറ്റൂ. ഇറ്റ് ഈസ് പ്രൈസ്ഡ് ഇൻ ദ മാർക്കറ്റ്, ഇറ്റ് പ്രൈസ്ഡ് ആൻഡ് ട്രേഡഡ് ഇൻ ദ മാർക്കറ്റ്. അപ്പം ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ ചെന്നു, ഒരു കമ്മോഡിറ്റി അതിൽ നമുക്ക് പേ ചെയ്തെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് കിട്ടുള്ളൂ. അപ്പം അതിൽ ആ കൺസംഷൻ, ആൻഡ് ഓൾസോ ദ കൺസംഷൻ, ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദ കൺസംഷൻ ഓഫ് സച്ച് ഫുഡ് ഈസ് പേഴ്സണലൈസ്ഡ്. എന്നുവെച്ചാൽ ആര് കൺസ്യൂം ചെയ്യുന്ന അയാൾക്ക് മാത്രമേ അതിൽ നിന്നുള്ള യൂട്ടിലിറ്റി വരൂ, ആര് പേ ചെയ്യുന്ന അയാൾക്ക് മാത്രമേ അത് കൺസ്യൂം ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഓക്കെ, ഇനി ഈ പ്രൈവറ്റ് ഗുഡ്സും നമ്മൾ സപ്ലൈ ചെയ്യുന്നത് പബ്ലിക് ഏജൻസീസും സപ്ലൈ ചെയ്യാറുണ്ട്, പ്രൈവറ്റ് ഏജൻസീസും സപ്ലൈ ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഇറ്റ്സ് റൈവൽറി ഇൻ നേച്ചർ. ദാറ്റ് മീൻസ് consumption by one person reduces its availability to others. For example, land. ഇപ്പൊ നമ്മൾ കുറച്ച് പീസ് ഓഫ് ലാൻഡ് വാങ്ങും, ഇനി മറ്റൊരാൾ വാങ്ങാൻ വരുമ്പോൾ എന്താണ്, അത് കുറച്ച് ശേഷമേ ബാക്കിയുള്ള പോർഷന് നമുക്ക് കിട്ടുമല്ലോ. ഓക്കെ, അതേപോലെ ഇറ്റ് ഈസ് നോൺ എക്സ്ക്ലൂസീവ്, അല്ലെ ഇറ്റ് ഈസ് എക്സ്ക്ലൂഷൻ ഈസ് പോസിബിൾ. എക്സ്ക്ലൂഷൻ ഈസ് പോസിബിൾ. ദാറ്റ് മീൻസ് if a person is not able to pay for the commodity, then he cannot access the product, he cannot get the product. He is excluded from the consumption of that commodity.
So it's people are excluded based on the basis of price. If they are not able to pay the price, then they are excluded. Then preferences are revealed. പബ്ലിക് ഗുഡ്സിന്റെ കേസിൽ അത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് ആൾക്കാർക്ക് അത് അവരുടെ പ്രിഫറൻസസ് റിവീൽ ചെയ്യാനുള്ള ഒരു അവസരം. ഇപ്പൊ ഒരു സ്ട്രീറ്റ് ലൈറ്റ് വന്നു, അത് എല്ലാവർക്കും അവൈലബിൾ ആണ്. പക്ഷെ അതിൽ ചില ആൾക്കാർക്ക് അത് ആവശ്യമില്ലായിരിക്കാം, ചില ആൾക്കാർക്ക് അത് ആവശ്യമുണ്ടായിരിക്കാം. അപ്പൊ അതിലൂടെ പ്രിഫറൻസ് നമുക്ക് പബ്ലിക് ഗുഡ്സിന്റെ കേസിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ പ്രൈവറ്റ് ഗുഡ്സിന്റെ കേസിൽ ബൈ പർച്ചേസിങ് എ കമ്മോഡിറ്റി through after making payments, he or she reveals their preferences. ഒരു കമ്മോഡിറ്റിയോട് നമുക്ക് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ കമ്മോഡിറ്റി വാങ്ങുള്ളൂ. പ്രൈവറ്റ് ഗുഡ്സിന്റെ കേസിൽ പ്രിഫറൻസസ് ആർ റിവീൽഡ്. Then next one is mixed good. A mixed good is also known as quasi public good. അത് പറയാൻ കാരണം because it's having the features of both the private and public goods. അപ്പം that means mixed goods generates private benefits as well as external benefits. മിക്സഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ പബ്ലിക് ഗുഡ്സിന്റെയും പ്രൈവറ്റ് ഗുഡ്സിന്റെയും ഒരു ഫീച്ചേഴ്സ് ഉള്ള, അതുകൊണ്ട് അതിനെ ഒരു ക്വാസി പബ്ലിക് ഗുഡ്സ് എന്നാണ്. അത് ഇൻഡിവിജ്വൽ ആയിട്ടും ബെനിഫിറ്റ് ഉണ്ടാക്കും, പക്ഷെ സൊസൈറ്റിക്കും അത് ബെനിഫിറ്റ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, എഡ്യൂക്കേഷൻ. ഒരാൾക്ക് വിദ്യാഭ്യാസം കിട്ടുമ്പോൾ അതിലൂടെ അയാൾ ഒരു ജോലി നേടിയെടുക്കും. ഓക്കെ, നല്ലൊരു വിദ്യാഭ്യാസം കിട്ടും. ഇപ്പൊ നിങ്ങളൊരു പഠിച്ച് നല്ലൊരു സയന്റിസ്റ്റ് ആകും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടും. നിങ്ങൾക്ക് നല്ല ഉയർന്ന ജോലി കിട്ടും, നല്ലൊരു ജോലി കിട്ടും, നല്ല വരുമാനം കിട്ടും. അതിലൂടെ നിങ്ങളുടെ ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യും. ഇനി അതോടൊപ്പം തന്നെ the knowledge that he or she creates through research that is available to the society. ആ നോളജ് എപ്പോഴും അയാൾ മുഖേന കിട്ടും, സമൂഹത്തിന് ഒരുപാട് നോളജ് കിട്ടുന്നുണ്ട്. അത് പലപ്പോഴും നോൺ എക്സ്ക്ലൂസീവ്, നോൺ ട്രൈബലറി ആയിരിക്കും. അയാൾ ഒരു ആർട്ടിക്കിൾ, ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ ആ ആർട്ടിക്കിൾ വായിക്കുന്ന എല്ലാവർക്കും ആ നോളജ് കിട്ടും. ഒരാളത് വായിച്ചെന്ന് വെച്ച് മറ്റൊരാളുടെ ആ നോളജിന്റെ കുറവൊന്നും സംഭവിക്കുന്നില്ല. അത് നോൺ റൈവൽ ആണ്. അതേപോലെ ആ ഒരു മാഗസിനിൽ വരുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ടുള്ള ജേർണലിൽ വരുന്നത്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ വരുന്നത്, അല്ലെ അതൊക്കെ ദാറ്റ് ഈസ് അവൈലബിൾ ടു ഓൾ. അപ്പൊ അത് ആർക്ക് ഈവൻ പേ ചെയ്തില്ലേ പോലും അവർക്കത് വായിക്കാനുള്ള മനസ്സിലാക്കാം. ആ നോളജ് കിട്ടും. അപ്പൊ അതിനൊരു പേഴ്സണൽ അയാളുടെ എഡ്യൂക്കേഷനിലൂടെ ഈസ് ഗെറ്റിംഗ് ബെനിഫിറ്റ്, ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം സൊസൈറ്റി ഈസ് ഓൾസോ ഗെറ്റിംഗ് ബെനിഫിറ്റ്. സോ ദിസ് ഈസ് എ മിക്സഡ് ഗുഡ്. അപ്പൊ അത് നമ്മൾ കുറച്ചുകൂടി പറയുകയാണെങ്കിൽ the consumption of a private services itself bears the characteristics of public good. Okay, അപ്പൊ അത് പേഴ്സണൽ ബെനിഫിറ്റും അതേപോലെ എക്സ്റ്റേണൽ ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇന്റേണൽ ബെനിഫിറ്റും അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ മിക്സഡ്. ഇനി മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്യുവർ പബ്ലിക് ഗുഡ്സ് ആൻഡ് ക്വാസി ഗുഡ് or mixed good is that the benefit of the former is completely indivisible and must be consumed equally by all, while the latter creates individual benefits as well as public benefits. അതാണ് പബ്ലിക് ഗുഡ്സും ഈ പ്രൈവറ്റ് ഈ മിക്സഡ് ഗുഡ്സും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. പബ്ലിക് ഗുഡ്സ് എന്ന് പറയുമ്പം അതിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ്സ് എല്ലാവരും കൂടി ഒന്നിച്ചാണ് എൻജോയ് ചെയ്യുന്നത്. അത് ഇൻഡിവിസിബിൾ ആണ്. അത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരേ ബെനിഫിറ്റ്സ് ആണ്. പക്ഷെ പ്രൈവറ്റ് ഈ മിക്സഡ് ഗുഡ്സിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ് അത് പേഴ്സണൽ ബെനിഫിറ്റ് ഈസ് ദെയർ ആസ് വെൽ ആസ് ദ പബ്ലിക് ഈസ് ഓൾസോ ബെനിഫിറ്റ്. വ്യക്തിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആയിരിക്കില്ല സൊസൈറ്റിക്ക് കിട്ടുന്നത്. പക്ഷെ ആ ഗുഡ് ഒരു വ്യക്തി കൺസ്യൂം ചെയ്യുമ്പോൾ അയാൾക്കൊരു ബെനിഫിറ്റ് കിട്ടും, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ ബെനിഫിറ്റ്സ് സൊസൈറ്റിക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അതിനൊരു നല്ലൊരു ഉദാഹരണമാണ്. അപ്പം ഇറ്റ് ഈസ് ഡിവിസിബിൾ ആൻഡ് ഓൾസോ
assignable. That means its benefit is available to private as well as public. Okay. In some countries, such mixed goods are defined as those goods and services which are partly supplied through private market and partly through budgetary provisions. അങ്ങനെയും ഒരു ഡെഫിനിഷൻ പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. So this, we can say this in the case of mixed goods, internal benefits are supplemented by social benefits. External benefits എന്നുവെച്ചാൽ ഒരു വ്യക്തിക്ക് ബെനിഫിറ്റ് കിട്ടുന്നതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ബെനിഫിറ്റ്സ് സമൂഹത്തിന് കിട്ടുന്നുണ്ട്. അങ്ങനെ തരുന്ന കമ്മോഡിറ്റീസിനെയാണ് മിക്സഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതിന് മിക്സഡ് ഗുഡ്സ് നല്ല ഉദാഹരണം നമ്മുടെ ഈ എഡ്യൂക്കേഷൻ, അതേപോലെ വാക്സിനേഷൻ. ഒരു വ്യക്തി ഒരു വാക്സിനേഷൻ എടുത്തു, അയാളെ രോഗങ്ങളിൽ നിന്നില്ല, അയാൾ പ്രൊട്ടക്റ്റഡ് ആയി. അതുമൂലം എന്താണ്, ആ വ്യക്തി മൂലം മറ്റൊരാളിലേക്ക് ആ രോഗം വരാതിരിക്കാനും അതൊരു കാരണമാകും. അങ്ങനെ ഒരു സോഷ്യൽ ബെനിഫിറ്റും അതിലൂടെ ഉണ്ടാകും. Then next one is merit good. A merit good is a good, the consumption of which is deemed to be intrinsically desirable. എന്ന് വെച്ചാൽ അതിന്റെ കൺസംഷൻ, ചില കൺസംഷൻ അങ്ങനെയാണ്, നിർബന്ധമായിട്ടും അത് കൺസ്യൂം ചെയ്തിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ അത് ഡിസൈറബിൾ ആണ് അതിന്റെ കൺസംഷൻ. In the case of such good, it is argued that consumer sovereignty does not hold, and that if consumers are unwilling to purchase adequate quantities of such goods, they should be compelled or encouraged to do so. എന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നിർബന്ധത്തോടെ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കമ്പൽസറി വാക്സിനേഷൻ, പോളിയോ വാക്സിനേഷൻ ഉണ്ട്, അത് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം, ആ കമ്മോഡിറ്റി എടുത്തിരിക്കണം. അതിലൂടെ എന്താണ് പറയാം, അതേപോടൊപ്പം തന്നെ കമ്പൽസറി എഡ്യൂക്കേഷൻ, അത് നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. അതൊരു കമ്മോഡിറ്റി, ഒരു സർവീസ് ആണ്. ദാറ്റ് ഇസ് ഓൾസോ എ മെറിറ്റ്, ദാറ്റ്സ് എ മെറിറ്റ് ഗുഡ്, കൺസംപ്ഷൻ ഓഫ് വിച്ച് ഈസ് intrinsically desirable. Either through compulsion or through encouragement should be consumed. അപ്പം unlike private goods, the net private benefit to the consumer is not fully recognized at the time of consumption. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ. നമ്മൾ കൺസ്യൂം ചെയ്യുമ്പം നമുക്ക് കൃത്യമായിട്ട് അതിനെ എത്ര ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. The consumption of merit goods also generate an extra benefit to others from which the society gains, but such benefits are unlikely to be known or recognized at the point of consumption. അതാണ് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന കമ്മോഡിറ്റീസ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്കതിന്റെ ബെനിഫിറ്റ്സ് എത്രമാത്രമാണെന്ന് മനസ്സിലാകുന്നത്. അത് പലപ്പോഴും സംഭവിച്ച ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളെല്ലാവരും പഠിക്കുവാനായിട്ട് നടക്കുന്നത്, മെനി ആർ മോട്ടിവേറ്റിംഗ് യു ടു സ്റ്റഡി. പലരും ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പലപ്പോഴും അതിനെക്കുറിച്ച് അതിൽ നിന്നും കിട്ടാവുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പലർക്കും ഒരു ധാരണയും കാണില്ല. ഇപ്പൊ നിങ്ങൾ എങ്ങനെ കമ്പൽഷന്റെ പുറത്ത് നിങ്ങൾ അത് പഠിച്ചു എന്ന് കരുതുക, അല്ലെങ്കിൽ മോട്ടിവേഷന്റെ പുറത്ത് നിങ്ങൾ അത് പഠിച്ചു, നല്ലൊരു ജോലി നേടി. അപ്പൊ ജോലി നേടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും, അതോടൊപ്പം തന്നെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും. സോ when you consume such commodity, you are not knowing, clearly you are not knowing the real benefit that you could get or the society could get. Only after consuming that product, then only you come to know about the real benefit that you could get from the consumption of such commodity. അപ്പൊ അങ്ങനെയുള്ള കമ്മോഡിറ്റീസിനെയാണ് നമ്മൾ മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ അത് either through compulsion or through encouragement it is consumed. Okay. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക് ഇതില പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. ഈ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മെയിൻ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് to fix the ideal financial operations of the government. Financial operations of the government എന്ന് പറയുമ്പോൾ എന്താണ്? The collection of tax and public expenditure.
ടാക്സ് കളക്ട് ചെയ്യുക, അത് സ്പെൻഡ് ചെയ്യുക. അപ്പം ഈ കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഇത് വളരെ പോപ്പുലറൈസ് ചെയ്ത് AC പിഗു എന്ന് പറയുന്നത്, ഇതേപോലെ പ്രൊഫസർ ഡാൾട്ടൺ എന്നീ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം ഈ ഡാൾട്ടന്റെ കൺസെപ്റ്റിൽ ഇത് ഈ ഒരു പ്രിൻസിപ്പിൾ അറിയപ്പെടുന്ന പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് എന്നും, പിഗുവിന്റെ കൺസെപ്റ്റിൽ ഇത് പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം അഗ്രിഗേറ്റ് വെൽഫെയർ എന്നുമാണ് അറിയപ്പെടുന്നത്. ഗവൺമെന്റ് സാധാരണയായിട്ട് നോർമലി ഗവൺമെന്റ് കളക്ട്സ് റവന്യൂ ത്രൂ ടാക്സേഷൻ മെയിൻലി ടു സ്പെൻഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. പക്ഷേ ഇതില് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? whenever the government imposes tax, it creates disunity. ഇപ്പൊ നിങ്ങളാണ് ആരായിരുന്നാലും ഒരു ടാക്സ് ഫ്രീ ആയിട്ട് കുറെ കമ്മോഡിറ്റീസും ഉണ്ട്, ടാക്സിബിൾ ആയിട്ടുള്ള കുറെ കമ്മോഡിറ്റീസും ഉണ്ട്. നിങ്ങൾ ഏതായിരിക്കും വാങ്ങുക? ടാക്സ് ഇല്ലാത്ത കമ്മോഡിറ്റീസ് അല്ലേ വാങ്ങുള്ളൂ. അപ്പൊ ടാക്സ് കൊടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരെയും സംബന്ധിച്ച് കുറച്ച് വിഷമകരമായിട്ടുള്ള കാര്യമാണ്. അത് ഒരു ഡിസ്യൂട്ടിലിറ്റി കൊണ്ടാണ്. പക്ഷെ നേരെ തിരിച്ച് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഫോർ എക്സാമ്പിൾ ദ സബ്സിഡി ഗിവൺ ബൈ ദ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓൾവേസ് ക്രിയേറ്റ്സ് യൂട്ടിലിറ്റി. ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, അതിലൂടെ നമുക്ക് യൂട്ടിലിറ്റി കിട്ടും. പക്ഷെ ഗവൺമെന്റ് നമ്മളിൽ നിന്നും ടാക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഡിസ്യൂട്ടിലിറ്റി ഉണ്ട്. അപ്പം ഗവൺമെന്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട എന്താണെന്ന് പറയാം, every government or state should adjust the revenue and expenditure in such a manner that would maximize utility and minimize disutility. ഇപ്പൊ ഗവൺമെന്റ് ചെയ്യേണ്ടതാണ് എങ്ങനെ ഈ പറയുന്ന യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുകയും ഡിസ്യൂട്ടിലിറ്റി മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ടാക്സ് ചെയ്ത് സ്പെൻഡ് ചെയ്യാമെന്നാണ് എല്ലാ ഗവൺമെന്റും തീരുമാനിക്കേണ്ടത്, എല്ലാ ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പം ഡിസ്യൂട്ടിലിറ്റി ആണ് ഏറ്റവും കൂടുതലെങ്കിൽ ഗവൺമെന്റ് അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പം ഡിസ്യൂട്ടിലിറ്റി മിനിമൈസ് ചെയ്യണം, യൂട്ടിലിറ്റിയാണ് മാക്സിമൈസ് ചെയ്യുന്നത്. അപ്പം ടാക്സ് വരുമ്പോൾ ഡിസ്യൂട്ടിലിറ്റി കൂടും, പക്ഷെ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ അത് യൂട്ടിലിറ്റിയും കിട്ടും. അപ്പൊ അതുകൊണ്ട് പറയണത്, even if some people are suffering from taxation or some people utility of some people decreases, if the utility of the majority increases, then the net welfare of the society will be great. നിങ്ങൾ ഈ പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയനൊക്കെ പഠിച്ചിട്ടില്ലേ? അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇതിലും പറയുന്നത്. കുറച്ചാൾക്കാരുടെ യൂട്ടിലിറ്റി കുറയുകയും എന്നാൽ മജോറിറ്റിയുടെ യൂട്ടിലിറ്റി കൂടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, സൊസൈറ്റി മൊത്തത്തിൽ എടുക്കുമ്പോൾ യൂട്ടിലിറ്റി കൂടുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ആണ് ഗവൺമെന്റ് ഈ പറയുന്ന ടാക്സ് ചെയ്യുകയും അതേപോലെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ നടത്തുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് ബേസ്ഡ് ആണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ആ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് എന്ന് ഇതിലേക്ക് നമുക്ക് വരാം. whenever the government imposes tax, disutility from the additional rupee tax, that is marginal sacrifice or marginal cost of marginal social cost, increases. But whereas government, whenever the government spends, people benefits from each rupee spent by the government, and the benefit that they receive from each rupee spent by the government is known as the marginal social benefit that increases. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ടാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് കുറയും, അല്ലെങ്കിൽ മാർജിനൽ സാക്രിഫൈസ് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യും, മാർജിനൽ ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പം ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ടാക്സേഷൻ ഷുഡ് ബി ഫ്രെയിംഡ് in such a manner
that the additional rupees spent by the government just equals the marginal cost incurred by the society through additional taxation. That the point will be reached where the marginal social benefit from additional rupees spent by the government just equals the marginal cost incurred by the society through additional taxation. ആ രീതിയിൽ വേണം ഗവൺമെന്റ് ടാക്സ് ചെയ്യുകയും സ്പെൻഡ് ചെയ്യുകയും ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചില്ലേ, അതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റ് ടാക്സ് ചെയ്യുമ്പോൾ യൂട്ടിലിറ്റി കുറയും, സാക്രിഫൈസ് കൂടും. അപ്പൊ മാർജിനൽ സാക്രിഫൈസ് കൂടിക്കൊണ്ടേയിരിക്കും. കൂടുതൽ ടാക്സ് ചെയ്യുമ്പോഴത്തോറും എന്താണ് ഡിസ്യൂട്ടിലിറ്റി കൂടിക്കൂടി അല്ലെങ്കിൽ സാക്രിഫൈസ് കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നതോറും എന്താണ് നമുക്ക് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്. പക്ഷെ ആ മാർജിനൽ ബെനിഫിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. കൂടുതൽ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് കുറയും. അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. ഗവൺമെന്റ് കൂടുതൽ സ്പെൻഡ് ചെയ്ത് കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു, പക്ഷെ ആ മാർജിനൽ ബെനിഫിറ്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫൈനലി അപ്പൊ ഗവൺമെന്റ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്? ഗവൺമെന്റ് ഷുഡ് ഫ്രെയിം ഇറ്റ്സ് റവന്യൂ ആൻഡ് expenditure policies in such a manner that the marginal benefit received from the government should stop doing all such expenditure and collecting tax at the point where the marginal benefit received from the government expenditure should that equals the marginal cost of taxing the citizen or people. അപ്പൊ ടാക്സേഷനിലൂടെ ജനങ്ങൾക്കുണ്ടാകുന്ന മാർജിനൽ കോസ്റ്റും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിലൂടെ ജനങ്ങൾക്കുണ്ടാകുന്ന സോഷ്യൽ ബെനിഫിറ്റും മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും തുല്യമാകുന്ന പോയിന്റിൽ ഗവൺമെന്റ് അവരുടെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഗവൺമെന്റ് ടാക്സ് കളക്ഷനും എക്സ്പെൻഡിച്ചറും നിർത്തണം. ആ ഒരു പോയിന്റ് ആണ് ഈ മാർജിനൽ മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജിൽ പറയുന്നത്. If government is doing its financial operation or planning its financial operation in such a manner, the welfare of the society will be maximized. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് ആണ് ഇതിന്റെ അകത്ത് പറയുന്നത്. അപ്പൊ വീണ്ടും ഗവൺമെന്റ് ടാക്സ് സ്പെൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഗവൺമെന്റ് മാർജിനൽ കോസ്റ്റ് സാക്രിഫൈസ് മാർജിനൽ ബെനിഫിറ്റിലേക്ക് കൂടുതലാവും. ഓക്കെ, ദിസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ ത്രൂ എ ഡയഗ്രാം ഓൾസോ. ഇതിന്റെ അകത്ത് എക്സ് ആക്സിൽ നമ്മൾ യൂണിറ്റ് ഓഫ് ടാക്സേഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് മെഷർ ചെയ്തിരിക്കുന്നത്. വൈ ആക്സിൽ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്സും മാർജിനൽ സാറ്റിസ്ഫാക്ഷനും. ഇതിൽ MSB എന്ന് പറയുന്ന ഒരു ഡയഗ്രം ആണ്. ദാറ്റ് ഈസ് എ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. നമ്മൾ അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. കാരണം മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് ഓർ മാർജിനൽ സാറ്റിസ്ഫാക്ഷൻ that the society get continuously decreases. അപ്പൊ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിലൂടെ നമുക്ക് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്യാം. അത് നമ്മുടെ ബേസിക് ഡിമാൻഡ് കൺസെപ്റ്റ് തന്നെയാണ്, യൂട്ടിലിറ്റി കൺസെപ്റ്റ് ആണ്. നമ്മൾ പറയുന്നില്ലേ, മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി കൺസ്യൂം, ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദ കൺസംപ്ഷൻ കണ്ടിന്യൂസ്ലി ഡിമിനിഷസ്. കൂടുതൽ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് കുറഞ്ഞു വരും. അതുകൊണ്ട് that curve is downward slope. ഇനി ടാക്സേഷനിലൂടെ നമുക്കുണ്ടായ സാക്രിഫൈസ് എന്താണ്? ടാക്സ് കൂടുതലായിട്ട് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതോടെ എന്താണ് നമ്മുടെ സാക്രിഫൈസ് കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ട്. അപ്പം ഈ അറ്റ് ദ പോയിന്റ് പി ബോത്ത് മാർജിനൽ സാക്രിഫൈസ് ആൻഡ് മാർജിനൽ ബെനിഫിറ്റ്സ് ഈക്വൽസ്. അപ്പൊ ആ ഒരു പോയിന്റിൽ ഗവൺമെന്റ് അവരുടെ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അറ്റ് ദാറ്റ് പോയിന്റ് ദ ടാക്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു OQ ആണ്. OQ വരെയുള്ളത് എമൗണ്ട് ടാക്സും എക്സ്പെൻഡിച്ചറും വരുന്നുള്ളൂ. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റും അതിലൂടെ ഉണ്ടാകുന്ന ടാക്സിലൂടെ ഉണ്ടാകുന്ന സാക്രിഫൈസും എക്സ്പെൻഡിച്ചറിലൂടെ ഉണ്ടാകുന്ന ബെനിഫിറ്റും ദാറ്റ് ഈസ് ഈക്വൽ ടു OR, the point P at the equilibrium point. Suppose we are choosing a point P1 എന്ന പോയിന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ P1 എന്ന പറയുന്ന പോയിന്റിൽ എന്തായിരിക്കും പ്രത്യേകത? അവിടെ മാർജിനൽ ബെനിഫിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ സാക്രിഫൈസ്.
ബെനിഫിറ്റ് കൂടുതലാണ്. പിന്നെ ഗവൺമെന്റ് കുറച്ചുകൂടി ടാക്സ് ചുമത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അവിടെ ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ്? S1 എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ അത്രയേ ഉള്ളൂ മാർജിനൽ സാക്രിഫൈസ്. ആ ഒരു ലെവലേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ലെവൽ എന്താണ്? ഇത്രയും കണ്ടത് അവിടെ ബെനിഫിറ്റ് ആണ്. അപ്പം ഗവൺമെന്റിന് വീണ്ടും കൂടുതൽ ടാക്സ് ഇമ്പോസ് ചെയ്യാം, കൂടുതൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാം. അപ്പൊ ആ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. അപ്പം അതിലൂടെ കൂടുതൽ ടാക്സ് ഇമ്പോസ് ചെയ്യും. അപ്പൊ അതിലൂടെ കൂടുതൽ സ്പെൻഡ് ചെയ്യും തോറും മാർജിനൽ ബെനിഫിറ്റ് കുറഞ്ഞു വരുന്നു. ഗവൺമെന്റ് കൂടുതൽ ടാക്സ് ചെയ്യും തോറും മാർജിനൽ ബെനിഫിറ്റ്, മാർജിനൽ സാക്രിഫൈസ് കൂടി വരും. And suppose if marginal sacrifice is greater than marginal benefit, for example, നമ്മൾ S2 എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതേപോലെ P1 എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഈ രണ്ട് പോയിന്റിൽ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ടാക്സും എക്സ്പെൻഡിച്ചറും എത്രയാണ്? OQ2 ആണ്. പക്ഷേ അതിലൂടെ എന്താണ് കാണിക്കുന്നത്? ഇത്രയും കണ്ട് സാക്രിഫൈസ് കൂടുതലാണ്, അത്രയും കണ്ട് വെൽഫെയർ ലോസ് ആണ്. അപ്പൊ അങ്ങോട്ട് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും ടാക്സേഷനും അത്രയും കണ്ട് ഇൻക്രീസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, വെൽഫെയർ കുറയുള്ളൂ. The optimum point is P, where the marginal sacrifice of taxation just equals the marginal benefit that the people get from the public expenditure. അപ്പൊ ആ ഒരു പോയിന്റിൽ എക്സ്പെൻഡിച്ചറും ടാക്സേഷനും നടത്തണം എന്നാണ് the principle of maximum social advantage പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പോൾ the society's welfare will be maximized. Okay. Now, some of the criticism against such a principle of maximum social advantage. It is difficult to put into practice. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. We know it is difficult to measure the utility and disutility of the utility derived from the consumption of public goods, and also difficult to measure the disutility. The second drawback ആണ്. അതുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. It is having limited scope. This is another important drawback. Then it is difficult to forecast the result. കൃത്യമായിട്ട് എന്തായിരിക്കും, ഇപ്പൊ എത്രയായിരിക്കും ടാക്സ് റവന്യൂ ഉണ്ടാകുന്നത്, എത്രയായിരിക്കും, എങ്ങനെയായിരിക്കും എക്സ്പെൻഡിച്ചർ ഉണ്ടായി ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. Then it ignores the role of non-tax revenues. ഗവൺമെന്റിന്റെ മറ്റു സോഷ്യൽ റവന്യൂവിനെ കുറിച്ചൊന്നും ഇതൊന്നും പറയുന്നില്ല. അതോടൊപ്പം തന്നെ there is no limit for social advantage. മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് എന്നുള്ള ഒരു പീക്ക്, ഒരു ഇതൊന്നും ഇല്ല. സോഷ്യൽ അഡ്വാൻറ്റേജ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതിനങ്ങനെ ഒരു മാക്സിമം പോയിന്റ് ഒന്നും ഇല്ല. അതാണ് ഒരു മറ്റൊരു ജനറൽ ക്രിറ്റിസിസം വരുന്നത്. So this is about the principle of maximum social advantage. Okay.